ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടദോശയുടെ റെസിപ്പിയാണ്. സാധാരണ ദോശയ്ക്ക് കഴിഞ്ഞും കൂടുതൽ ടേസ്റ്റിൽ അതേസമയം കൂടുതൽ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ അടദോശ ഉണ്ടാക്കിയേക്കുന്നത്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ അടദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മുടെ അടദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആദ്യം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. ആദ്യം നമുക്ക് അരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇഡ്ഡലി റൈസ് ആണ്. ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ സാധാരണ പച്ചരി ആയാലും എടുത്താൽ മതി. അതാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ 1 കപ്പ് അരി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനവും കൂടി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ ചേർക്കുന്നത് തുവരപ്പരിപ്പാണ്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ, അതും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ്. നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിൽ സാധാരണ ചെറുപയർ ചേർത്താലും മതി. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ്. ഉഴുന്നും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് നമുക്കിത് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ അരി കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർക്കുമ്പോൾ നമ്മുടെ വറ്റൽമുളക് അരയ്ക്കാൻ നേരത്ത് നല്ല ഈസി ആയിട്ട് അരഞ്ഞു കിട്ടും. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് എന്തോരം എരിവ് വേണം അതിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ അളവ് തീരുമാനിക്കുക. ഞാനിവിടെ ഒരു 4 എണ്ണമാണ് ചേർത്തേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള വറ്റൽമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരിയും അതേപോലെ തന്നെ ഇതും നമുക്കൊരു 3 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. കുതിർന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒരു 3 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിയും അതേപോലെ തന്നെ ഈ പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. മുളകും അത്യാവശ്യം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ബൗൾ എടുക്കാം. ഈ മിക്സി ബൗളിലേക്ക് നമുക്ക് ആദ്യം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടിക്കോളും. കുതിർന്ന കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തിടാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പരിപ്പെല്ലാം കുതിർത്തിട്ടില്ലേ, അത് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കുതിർത്ത അരി. എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ മിക്സി ബോൾ ആണെങ്കിൽ പ്രത്യേകം അരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും നമ്മുടെ അടദോശയ്ക്ക്. ഇനി ഇതിൻ്റെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഇത്ര ഒഴിച്ച് കൊടുക്കാം. അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് മഷി പോലെ ഒന്നും അരയണ്ട, കുറച്ചൊരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ മാവിയുടെ റെഡിയാണ്. തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെറുതായിട്ടൊരു തരിതരിപ്പുണ്ട്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒത്തിരി അങ്ങ് തിക്കുമല്ല, അതേപോലെ തന്നെ ഒത്തിരി തിന്നുമല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ കൂടുതൽ ഹെൽത്തി ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുരിങ്ങയിലൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചുടാം. പുളിച്ചിട്ട് ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ പുളിക്കാൻ വേണ്ടി വയ്ക്കുന്നത് നന്നായിരിക്കും. പുളിച്ചതിന് ശേഷം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുവാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കറക്റ്റാണ്. ഇനി നമുക്ക് അടദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പുളിക്കണത് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഒരു 2-3 മണിക്കൂർ വച്ചതിന് ശേഷം ചുട്ടെടുത്താൽ മതി.
അപ്പോൾ അതാ ഞാനൊരു ദോശപ്പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. ഓവറായിട്ട് അങ്ങ് ചൂടാകണ്ട, ഒരു മീഡിയം ചൂടായാൽ മതി. ഓവറായിട്ട് ചൂടായെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് ചൂടൊന്ന് കുറച്ചിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ദോശപ്പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു തരി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പരത്തി കൊടുക്കാം. പരത്തിയതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ. കൂടുതൽ ഫ്ലെയിം വെച്ചിട്ട് പെട്ടെന്ന് ചുട്ടെടുത്താൽ വേവത്തില്ല. നമ്മൾ പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പച്ചച്ചവയൊക്കെ പോയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണം. അത് കാരണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയോ അതുമില്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യോ എണ്ണയൊക്കെ തടവി കൊടുക്കാറുണ്ടല്ലോ. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന കഴിഞ്ഞും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ദോശ. നല്ല ക്രിസ്പി ആയിട്ട് വരണം. അതുവരെ കുറച്ച് സമയമെടുത്ത് നമുക്കത് ചുട്ടെടുക്കാം. ഒരു വശം റെഡിയാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുവാണേ. ഇനി ആ വശവും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ദോശ. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കാണാൻ തന്നെ നല്ല രസമില്ലേ? കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എന്നും സാധാരണ ദോശ കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. സാധാരണ ദോശയൊക്കെ കഴിഞ്ഞും കൂടുതൽ ഹെൽത്തിയാണ്. നമ്മൾ പരിപ്പും ചെറുപയർ പരിപ്പും തുവരപ്പരിപ്പും എല്ലാം ചേർക്കുന്നുണ്ടല്ലോ. സാധാരണ ദോശയിൽ നമ്മൾ ഉഴുന്ന് മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതായത്തിലുള്ള നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ അടദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.